കൊല്ലം ജില്ലയിലെ കൊച്ചംകുളങ്ങര ദേവീക്ഷേത്രം അത് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. കാരണം അവിടുത്തെ ആചാരങ്ങൾ വളരെ പ്രശസ്തമാണ്. കൊല്ലംകാർക്ക് മാത്രമല്ല, കേരളം ഒട്ടാകെ അങ്ങോളം ഇങ്ങോളം ഒക്കെ അറിയേണ്ട ഒന്നാണ് ഈ കൊച്ചംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ. ഞാൻ ഈ പറയുന്ന ആചാരം എന്ന് പറയുന്നത് ചമയവിളക്ക്. ഈ ചമയവിളക്ക് ദിവസം ഇവിടെ സ്ത്രീകളുടെ വേഷത്തിൽ ഭക്തരായ പുരുഷന്മാർ എത്തുന്നത് പതിവാണ്. ഈ നേർച്ചയുടെ ഭാഗമായിട്ടൊക്കെയാണ് എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഈ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിനോ മറ്റോ ഒക്കെയാണ് ഒരു നേർച്ചയെന്നോണം പുരുഷന്മാർ സ്ത്രീ വേഷത്തിലെത്തി ഇവിടെ വിളക്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുമെന്നാണ് വിശ്വാസം. മാത്രമല്ല, നമ്മൾ ഈ കൊച്ചംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഈ ഉത്സവമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഈ വിളക്കെടുപ്പ് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ റീൽസിലൊക്കെ വരുന്നത് ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും. ഈ സ്ത്രീകളെക്കാളും വളരെ ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് സാരിയൊക്കെ ചുറ്റി ഭയങ്കര സുന്ദരികളായി നിൽക്കുന്ന പുരുഷന്മാരെ. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാം. വാലിട്ടെഴുതിയ കണ്ണ്, ചായം തേച്ച ചുണ്ടുകൾ, വാർമുടിക്കെട്ട്, തിരുനെറ്റിയിൽ സിന്ദൂരക്കുറി, ഇവരെ കണ്ടാൽ സ്ത്രീകൾ പോലും ഒന്ന് അസൂയപ്പെട്ടു പോകും. കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ചമയവിളക്കിനെത്തിയ സ്ത്രീവേഷധാരികളായ പുരുഷന്മാർക്ക് ഇത് ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും കെട്ടുകാഴ്ച. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് പുരുഷാംഗനന്മാരാണ് ചമയവിളക്കിന് കൊറ്റംകുളങ്ങരയിലെത്തുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നടന്നിരിക്കും. അതിൻ്റെ പ്രതീകമായി വിളക്കെടുപ്പ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഈ വിളക്കെടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഞാൻ വിചാരിച്ച കാര്യം ദേവി സാധിച്ചു തന്നു. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, ദേവി പണ്ട് എഴുന്നള്ളിച്ച് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ പെൺകുട്ടികളില്ലെന്നും, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൺകുട്ടികളെ വെച്ച് പെൺവേഷം കെട്ടിയെടുത്തതാണെന്നും, അതിൽ ദേവി സംതൃപ്തിയാണെന്നും, പിന്നീട് ദേവി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, എഴുന്നള്ളിച്ചിറങ്ങുമ്പോൾ ഇവിടുത്തെ ആൺകുട്ടികൾ എടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. ഇത് ഞാൻ 2 വട്ടം, ഇത് 3ാമത്തെ വട്ടമാണ് എടുക്കുന്നത്. ഇതിനൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയോട്, സാധിച്ചു. 3ാമത്തെ വട്ടം എടുത്തു. പുരുഷന്മാരെ സ്ത്രീവേഷധാരികളെ ഒരുക്കുന്നതിൽ വർഷങ്ങളുടെ പരിചയമുള്ളവർ നിരവധിയാണ്. ചമയം ഒരുക്കുന്നവരിൽ സംസ്ഥാനത്തെ മുന്തിയ കലാകാരന്മാർ വരെയുണ്ട്. ഇക്കുറി വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മോഡേൺ വേഷങ്ങൾ അണിഞ്ഞും പലരുമെത്തി. കൊറ്റംകുളങ്ങര ചമയവിളക്കാഘോഷം ചൊവ്വാഴ്ച പുലർച്ചെ വരെയും നീളും. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പുരുഷാംഗനന്മാരുടെ പ്രവാഹം തുടരുകയാണ്. ഇനി പ്രാർത്ഥനയുടെ പുണ്യവും പേറി പിന്മടക്കം. ന്യൂസ് മലയാളം, കൊല്ലം.